എന്നാടാ മോനെ ചായ കുടിക്ക്. ആ. എടി പെണ്ണേ, നിന്നോടാ. അതെ, എണീക്ക്. നിങ്ങൾ അശ്വിന്റെ അമ്മയാണോ? ഇത് നോക്ക്, ഞാൻ വല്ലാതെ ടെൻഷനിലാണ്. എന്നോട് വല്ലതും സംസാരിച്ചാ ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. ഇന്നാ ചായ കുടിക്ക്. അമ്മേ, ആ കുട്ടിക്ക് ചായ കൊടുത്തോ? കൊടുത്തടാ. നിങ്ങളാണ് അശ്വിന്റെ അമ്മയെന്ന് ചോദിച്ചു. ഇതൊക്കെ വേണായിരുന്നോടാ. ശരി, അത് വിടമ്മേ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല മോനെ. ആന്റി, അശ്വിൻ എവിടാ ഉള്ളത്? അവൻ ജീവനോടെയുണ്ടോ അതോ ചത്തോന്ന് ആർക്കറിയാം? എന്താ ആന്റി, എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? അശ്വിൻ എവിടാ ഉള്ളേന്നൊന്ന് പറയ ആന്റി. എടി നിർത്തടി. എന്താടി ഇത്? എപ്പ നോക്കിയാലും അശ്വിൻ അശ്വിൻ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അവനെ അറിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടും നീ എന്താ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അറിയാത്ത ഒരാളെ പറ്റി ചോദിച്ചാൽ ഞങ്ങൾ എന്തു പറയാനാ? ചത്തുപോയി എന്നല്ലാതെ വേറെ എന്തു പറയും? അയ്യോ വേണ്ട ആന്റി, വെറുതെ പോലും അങ്ങനൊന്നും പറയല്ലേ. കാരണം ഞാനും അശ്വിനും ജീവന് തുല്യമാ സ്നേഹിക്കുന്നത്. അശ്വിൻ ഇല്ലാത്ത ലോകത്തില് എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. അശ്വിൻ, നീ എവിടെയാണോ ഉള്ളത്? എവിടാണെങ്കിലും ഒന്ന് വാ അശ്വിൻ. ഈ പെണ്ണ് വന്നു തൊട്ട് എന്റെ സ്വസ്ഥത പോയല്ലോ. അവളെ കാണുമ്പോ പാവം തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താടാ ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇനിയിപ്പോ നമ്മൾ എന്താടാ ചെയ്യാ? അതാമേ എനിക്കൊന്നും മനസ്സിലാവത്തെ. അമ്മേ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താടാ? എന്റെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാളെ ആ പെൺകുട്ടിയുടെ അടുത്ത് ഇവനാണ് അശ്വിൻ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചാലോ? ആ പെൺകുട്ടി അത് വിശ്വസിച്ച് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. എനിക്ക് നന്നായി അറിയാം മോനെ, നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വരുന്നതെന്ന്. ശരിയമ്മേ, ഞാൻ എന്നാലേ എന്റെ കൂട്ടുകാരിലൊരുത്തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയട്ടെ. എടാ, എന്താ നീ പറയുന്നത്? നിന്റെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ച് അവളെ പരിചയപ്പെടുത്താൻ പോവണോ? ഒരുപക്ഷെ ആ പെണ്ണ് അശ്വിൻ നിങ്ങളെ എനിക്ക് വേണം, ഞാൻ നിങ്ങളെ മാത്രമേ കല്യാണം കഴിക്കുന്നു എന്നങ്ങാനും പറഞ്ഞാലോ? അപ്പൊ നമ്മൾ എന്തു ചെയ്യും? ഞാൻ ഇതിനെ കുറിച്ചൊന്നും ഒട്ടും ചിന്തിച്ചില്ലമ്മേ. എപ്പോഴും അടുത്തത് എന്താ സംഭവിക്കാന്ന് ആലോചിക്കണം. അയ്യോ അശ്വിൻ, നിന്നെ കാണാൻ തോന്നുവാ എനിക്ക്. നീ എവിടെയാ ഉള്ളത് അശ്വിൻ? എവിടെയാണെങ്കിലും ദയവ് ഇതൊന്ന് വേഗം വാ അശ്വിൻ. അമ്മേ, ആ കുട്ടി എപ്പോ നോക്കിയാലും അശ്വിൻ അശ്വിൻ ഒന്ന് പറഞ്ഞോണ്ടിരിക്കുക. എടാ, നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും ആ പെണ്ണ് കേൾക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും? അവൾക്ക് അശ്വിന്റെ മുകളിൽ മുഴുത്ത ഭ്രാന്താ. നമ്മൾ എത്ര നല്ലത് പറഞ്ഞാലും അവള് കേൾക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, അവസാനമായിട്ട് ഒരു തവണ സംസാരിച്ച് നോക്കാം. ശരി, ആ പെണ്ണിനെ വിളിക്ക്. എന്താ അശ്വിൻ ഇത്? എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് നീ എങ്ങോട്ടാ പോയേ? നീ വരാൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്.
ഒന്ന് വേഗം വാടാ. എൻ്റെ അമ്മ നിന്നോട് സംസാരിക്കണത്രേ. ഒന്ന് പുറത്തേക്ക് വരുമോ? ശരി. വേമ്പ. ആന്റി എന്നെ വിളിച്ചായിരുന്നോ? വാ മോളെ, എനിക്ക് നിന്നോട് സംസാരിക്കണം. നിനക്കാരോ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്ത് ഫേക്ക് അഡ്രസ് നൽകിയിരിക്കുകയാണ്. നീയും അത് സത്യമാണെന്ന് വിശ്വസിച്ചാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിന്നെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു. നിന്റെ പ്രായത്തിലൊരു പെണ്ണ് വീട് വിട്ടു വന്നത് വലിയ തെറ്റാ മോളെ. തിരിച്ച് വീട്ടിലേക്ക് പോണം മോളെ. അശ്വിനെ കാണാതെ എനിക്ക് തിരിച്ചു പോവാൻ പറ്റത്തില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം. പോലീസുകാർ വന്ന് നിന്നെ എൻക്വയറി ചെയ്യും. എന്താണ്ടി വെറുതെ എന്തിനാ പോലീസിനെയൊക്കെ വിളിക്കുന്നത്? പിന്നെ മുൻപരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിൽ വന്ന് അശ്വിനെ കാണണമെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? നാളെ നിനക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലേ ഞങ്ങളല്ലേ മറുപടി പറയേണ്ടത്? ഞാൻ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു പറയാം. അവരെത്തിയ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. നീ അശ്വിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവരോട് പറയേ. അപ്പൊ അവര് തന്നെ അശ്വിനുള്ള സ്ഥലം കണ്ടുപിടിച്ച് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പൊക്കോളും. എന്തിനാ ആന്റി ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് അശ്വിനെ കാണണം ആന്റി. ഇത് നോക്കുമോളെ, ഏതോ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ട് അവനെ ഇഷ്ടപ്പെട്ട് നീ അവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. നീ ചോദിച്ചപ്പോ അവൻ ഏതോ ഒരു അഡ്രസ്സും തന്നു. അത് സത്യമാണെന്ന് വിശ്വസിച്ച് നീയും വന്നു. എന്നാൽ ഇവിടെ അശ്വിൻ എന്ന് പറഞ്ഞ ആരുമില്ല. അങ്ങനെയുള്ളപ്പോ നീ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. ഈ കാലത്ത് നിന്നെപ്പോലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ വീട് വിട്ട് പുറത്തു വരാറുണ്ട്. സോഷ്യൽ മീഡിയ മുഖേന പ്രേമിച്ച് ഗ്രാമത്തിൽ നിന്നും സിറ്റിയിലേക്ക് വരുന്നു. ഈ ചാൻസ് ഉപയോഗിച്ച് എല്ലാവരും അവളെ മുതലെടുക്കുന്നു. നിനക്കെന്തോ ഭാഗ്യമുണ്ട്. എന്റെ മോൻ നല്ലവനായതുകൊണ്ടാ എന്റെ വീട്ടിൽ നിന്നെ താമസിപ്പിച്ചത്. ഒരുപക്ഷെ നീ തെറ്റായ ഒരാളുടെ അടുത്താണ് അകപ്പെട്ടതെങ്കിലോ? പിറ്റേ ദിവസം തന്നെ നിന്നെ പറ്റിയുള്ള വാർത്ത ഫോട്ടോ സഹിതം പേപ്പറിൽ വന്നു കാണും. ശരി മോളെ, നിന്നെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. എന്നാ നീയോ അശ്വിനെ കണ്ടേ തീരൂ എന്ന് വാശി പിടിക്കുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ല. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞ് അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം. രമേശ്, ആ ഫോണൊന്നു താ. അയ്യോ വേണ്ട ആന്റി. ഇല്ല, വിടുമോളെ. പോലീസ് വന്നാ ഇതിനൊരു തീരുമാനാവും. എന്തായാലും നീ അവരോട് സംസാരിക്കേ. അയ്യോ സോറി ആന്റി, തെറ്റ് എന്റേതാ. എവിടെ കിടക്കുന്ന ഒരുത്തനെ കണ്ണു അടച്ച് വിശ്വസിച്ച് ഞാൻ ഇത്രയും ദൂരം വന്ന്. അവനോടുള്ള അന്ധമായ പ്രണയോ ആന്റി ഇതിനെല്ലാം കാരണം. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണോ ശരിയാന്നോന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ കാരണം എന്റെ അച്ഛനും അമ്മയും ഒരുപാട് നാണക്കേട് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവനോടുള്ള പ്രണയം കാരണമാണ് നിങ്ങൾ പറഞ്ഞ അഡ്വൈസ് ഒക്കെ എനിക്ക് തെറ്റായിട്ട് തോന്നിയത്. പക്ഷേ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ ഞാൻ ചെയ്തത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അവനെ വിശ്വസിച്ചോടെ നിൽക്കുന്നതിൽ ഒരു പ്രയോജനവും ഇല്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ വീട്ടിലോട്ട് പോവാ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മകൻ നല്ല ചെറുക്കനാ. ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനൊരു രാത്രി മുഴുവൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നപ്പോഴും എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നേനെ. എന്റെ മണ്ടത്തരത്തിന് പുറത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അത് എത്ര വലിയ തെറ്റാന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആന്റി പറഞ്ഞതാ ശരി. ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങൾ രണ്ടുപേരും എന്തിനാ വെറുതെ കഷ്ടപ്പെടേണ്ടത്? ഞാൻ പോവാ ആന്റി. ശരി മോളെ, നല്ല തീരുമാനം. ഇതൊക്കെ മറന്ന് നീ നന്നായി പഠിച്ച് നിന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക്. ഇനി നിന്റെ ജീവിതത്തില് ഇതുപോലുള്ള ഒരു ചെറിയ തെറ്റുപോലും സംഭവിക്കാതെ നോക്ക്. ഉറപ്പായിട്ടും ആന്റി, ഇനി എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു തെറ്റ് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഒരുപാട് നന്ദിയുണ്ട് ആന്റി, ഞാൻ ഇറങ്ങുവാ. വളരെ സന്തോഷം മോളെ. വീട്ടിലേക്കല്ലേ പോകുന്നത്? അതെ ആന്റി, വീട്ടിലെത്തി ഉടനെ അച്ഛനോടും അമ്മയോടും മാപ്പ് ചോദിക്കാൻ പോവാ. ശരി മോളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വെക്കണം. എങ്ങോട്ടാ പോയേണ്ടതെന്ന് പറ, ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡിലാക്കി തന്നേക്കാം. ഞാനും നമ്മുടെ കൂടെ തുണയ്ക്ക് വരാം. ശരി മോനെ, വാ.